വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ മതേതര ജനാധിപത്യ ചേരിയെ ഊർജം നൽകി ഇന്ത്യയുടെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ കൂടുതൽ ശക്തിയുക്തം നയിക്കുന്ന ഏറെ ബഹുമാന്യനായ KC വേണുഗോപാൽ MP, ഡോക്ടർ MB അബ്ദുൽ സമദ് സമദാനി MP, ഷാഫി പറമ്പിൽ MP, KK രമ MLA, ഈ ഫെസ്റ്റിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഫെസ്റ്റിൻ്റെ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ, K പ്രവീൺ കുമാർ, VA നാരായണൻ, സൗർജ ഭൗമിക്, ലക്ഷ്മൺ ഗൈക്വാദ്, ശ്രീ പയകുളം മധു, മനയത്തി ചന്ദ്രൻ, VT മുരളി, ഹരീന്ദ്രനാഥ്, TP റഷീദ്, രജീഷ് തേറത്ത്, ബിജു ലായാടത്തിൽ, ഫെസ്റ്റിൻ്റെ ഡയറക്ടർ ലത്തീഫ് കല്ലറയിൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, വടകരയിൽ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 3ാം പതിപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നാം കടക്കുമ്പോൾ ആ ഫെസ്റ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് അഭിമാന പുരസ്സരം ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക. ഞാൻ എന്ന ഒരു പൊതുപ്രവർത്തകൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിന് എനിക്ക് ഒരുപക്ഷെ അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചുറ്റുപാടിൽ എനിക്ക് താങ്ങായി തണലായി എൻ്റെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി എനിക്ക് എല്ലാ തരത്തിലുമുള്ള പ്രചോദനം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട KC ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷഭരിതനാക്കുന്നത്. സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ജീവസുറ്റ സംവാദങ്ങളുടെയും ഊർജം തുളുമ്പുന്ന 2 വലിയ സാഹിത്യോത്സവം കടത്തനാടിൻ്റെ ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കടത്തനാടിൻ്റെ മണ്ണിൽ ഇദം പ്രഥമമായി ഒരു സാഹിത്യോത്സവം നടന്നു കാണണം, അതൊരു സ്വപ്നമായി മനസ്സിൽ കൊണ്ടു നടന്നപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായത് 2023 ഡിസംബർ മാസമാണ്. ആ നിമിഷം, ആ ദിവസം, ആ സംഭവം ഒരു ചരിത്ര നിയോഗമായി ഞങ്ങൾ കാണുകയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുമ്പോൾ ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ മാത്രം പ്രവർത്തിച്ച് പരിചിതമുള്ള ഒരാളെന്നുള്ള നിലക്ക് ഒരുപാട് പരിമിതികൾ ഞങ്ങളെ തുറച്ചു നോക്കിയിരുന്നു. ആ പരിമിതികളൊക്കെ മറികടക്കാനുള്ള ഊർജവും പ്രചോദനവും ഞങ്ങൾക്ക് പകർന്നു നൽകിയത് കൽപ്പറ്റ നാരായണൻ മാസ്റ്ററെ പോലുള്ള സാഹിത്യകാരന്മാരായിരുന്നു. ആ പ്രചോദനം ഉൾക്കൊണ്ട് ആ ഫെസ്റ്റ്
കേരളം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ വളർത്താൻ നമുക്ക് സാധിച്ചു. ഇന്ത്യയിലെ പ്രശസ്തരായ എഴുത്തുകാർ, ചിന്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ടൗൺ ഹാളിൽ 2 ദിവസം 3 ദിവസവുമായി 2 വേദികളിൽ അവരുടെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും നേതൃത്വം നൽകിയപ്പോൾ അത് കടത്തനാടിൻ്റെ മണ്ണിൽ ഒരു പുതിയ ഇതിഹാസം രചിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച പിന്തുണ, കടത്തനാടിൻ്റെ ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ, ആ പ്രചോദനം രണ്ടാമത്തെ ഫെസ്റ്റ് വടകര MP-യുടെയൊക്കെ പിന്തുണയാൽ കൂടുതൽ കരുത്തോടെ നടത്താനും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ചിന്തകന്മാരെ ആ 2ാം ഫെസ്റ്റിനെ കൊണ്ടുവരാനും നമുക്ക് സാധിച്ചു എന്നത് ഞാൻ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ എന്തിനും അങ്ങനെ പിശുക്കി മാത്രം സംസാരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അവിടെ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ കടത്തനാടിനെ ഫെസ്റ്റിനെ എടുത്തു പറഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ എടുത്തു പറയുന്ന നേട്ടത്തിലേക്ക് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പുതിയ അടയാളപ്പെടുത്തലുമായി ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞത്, ഇതിൻ്റെ ജീവനാഡിയായിരിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ സഹായമാണ്, നിങ്ങളുടെ സഹകരണമാണ് ഈ സംഭവം ചരിത്രമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ആ പിന്തുണയും സഹായവും നാളെയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ഇവിടെ ഈ 3ാം ഫെസ്റ്റിന്, ഈ ഫെസ്റ്റിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്, ഈ ഫെസ്റ്റിൻ്റെ സൊസൈറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് വടകരയിലെ സഹൃദരായ സാംസ്കാരിക പ്രവർത്തകന്മാർക്ക്, സാഹിത്യപ്രേമികൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പു തരികയാണ്. വടത്തനാട് എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയ കാലഘട്ടങ്ങളിൽ, സ്വതന്ത്ര സമര കാലഘട്ടം മുതൽ, ആ കാലഘട്ടം മുതൽ അടയാളപ്പെടുത്തി പോകുന്ന ഒരു ഭൂമികയാണ് കടത്തനാട്. കടത്തനാട് സാംസ്കാരിക മേഖലയ്ക്ക് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭകളായ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ കടത്തനാടിൻ്റെ മണ്ണിൽ എല്ലാ സാംസ്കാരിക പ്രവർത്തകന്മാർക്കും ഒരുമിച്ചിരിക്കാനും സാംസ്കാരിക പരിപാടികൾ നടത്താനും ഒരിടമില്ല എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞാൻ വടകരയിലെ സഹൃദരായ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നാട് പറയുന്ന, അഭിമാനപുരസരം പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സ്ഥാപനം ഉയർന്നു വരും. അതിന് നമ്മുടെ പ്രിയപ്പെട്ട MP ഇവിടെയുണ്ട്, ഇവിടെ MLA ഉണ്ട്, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനിയായ KC വേണുഗോപാലുണ്ട്. അവരുടെയൊക്കെ പിന്തുണയാലെ, എല്ലാവരുടെയും നാട്ടുകാരുടെ പിന്തുണയാലെ നമുക്കെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന, നമുക്കെന്നും സ്മരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരിക നിലയം, സാംസ്കാരിക കേന്ദ്രം ഞങ്ങൾ പടുത്തുയർത്തുമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ.